ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇതിപ്പോൾ ഒരു ബാത്റൂമിനാണ്. ബാത്റൂമിൻ്റെ അകത്ത് ഈ ഷവറിന് തീരെ ഫോഴ്സ് ഇല്ല. നിത്യജീവിതത്തിൽ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ചെറിയൊരു സിമ്പിളൊരു കാര്യമാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ സ്വയമേ നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കാര്യത്തിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ വരുന്നത്. എല്ലായിടത്തും നേരിടുന്ന ഒരു പ്രശ്നമാണ് ഇതേപോലെ ഷവറിൻ്റെ അകത്ത് വെള്ളം വരുന്നില്ല എന്നൊരു പ്രോബ്ലം. അതും പഴയ വീടുകളിലാണെങ്കിൽ ആണ് ഏറ്റവും കൂടുതൽ. ഇപ്പോൾ നമുക്കിവിടെ അതേപോലെ ഷവറിൻ്റെ അകത്ത് വെള്ളം തീരെ വരുന്നില്ല, ഒരു ചെറിയ തുള്ളിയായിട്ടേ വീഴുന്നുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വന്ന് നോക്കുവാണ്. നമ്മൾ വന്നപ്പോൾ തന്നെ 2 സ്പിൻഡിൽ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതായത് അതിൻ്റെ ഇന്നർ സെറ്റ് ഈ ഷവർ കോക്കിൻ്റെ അകത്ത് ഇടാൻ വേണ്ടിയിട്ടാണ് 2 എണ്ണം എടുത്തുകൊണ്ട് വന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തിനാ ഒരെണ്ണത്തിൻ്റെ അകത്ത് 2 എണ്ണം കൊണ്ടുവന്നേ എന്നല്ലേ. പഴയ ടൈപ്പ് ഷവർ കോക്കുകൾ പല അളവിലുള്ളതാണ്. അതിനാണ് നമ്മൾ സ്പിൻഡിൽ 2 ടൈപ്പ് നമ്മൾ എടുത്തുകൊണ്ട് വന്നു. ഒന്ന് നീളമുള്ളതും ഒന്ന് നീളം കുറഞ്ഞത്. അപ്പോൾ ഏതാണെന്ന് അറിയാത്തത് കൊണ്ട് 2 എണ്ണം നമ്മൾ കൊണ്ടുവന്നു. അപ്പോൾ നിങ്ങൾ മേടിച്ചാൽ തന്നെയും ഒരു ചെറുതും ഒരു വലുതുമായിട്ട് തന്നെ കൊണ്ടുവരണം. എങ്കിൽ മാത്രമേ നമ്മൾ അത് അഴിച്ചെടുക്കാൻ നേരത്ത് ഏതാണോ ഉചിതമായിട്ട് അതിന് മാച്ച് ചെയ്യുന്നത് അത് നമുക്ക് ഈസി ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റൂ. വേണ്ടാത്തത് നമുക്ക് തിരിച്ച് കൊടുക്കുകയും ചെയ്യാം. അങ്ങനെ നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത് ഇതിൻ്റെ ടോപ്പിലത്തെ ഒരു കവറുണ്ട്. അതാണ് ഈ കാണുന്ന കവറിൻ്റെ അവിടുന്ന് ഒരു സ്ക്രൂ കൊണ്ട് തിക്കി വെള്ളിലോട്ട് ഇളക്കി കഴിഞ്ഞാൽ ആ അടപ്പ് ഊരി വരും. എന്നിട്ട് ഈ കാണുന്ന സ്ക്രൂ നമുക്ക് ഊരിയെടുക്കാം. നല്ല തുരുപ്പോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് D40 ഒഴിച്ച് കൊടുക്കുകയും ചെയ്യണം. ഇനി നമുക്ക് ഈ സ്പിൻഡിൽ ഒന്ന് അഴിച്ചെടുക്കണം. അതിന് നമ്മുടെ കയ്യിൽ പെട്ടെന്ന് വീടുകളിൽ കാണുന്ന ഒരേ ഒരു ആയുധം നമുക്ക് പ്ലെയർ മാത്രമേ ഉള്ളൂ. ഇവിടെ നമ്മൾ പ്ലെയറാണ് യൂസ് ചെയ്യുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ മങ്കി പ്ലെയറോ അല്ലെങ്കിൽ സ്പാനർ സെറ്റോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ പ്ലെയർ കൊണ്ട് സിമ്പിളായിട്ട് ഇതേപോലെ ഒന്ന് പിടിച്ച് ഇടത്തോട്ടൊന്ന് തിരിച്ചു കഴിഞ്ഞാൽ അത് ഊരി വരും. കണ്ടില്ലേ, അത് നൈസായിട്ട് ഊരി നമുക്കിതുപോലെ കൈ കൊണ്ട് നമുക്ക് ഊരിയെടുക്കാം. അപ്പോൾ ഇവിടുത്തെ പ്രോബ്ലം നിങ്ങൾ അതിൻ്റെ നീഡിൽ കണ്ടാൽ തന്നെ മനസ്സിലാവും. ആ വാഷറും വെട്ടിപ്പോയി, അതേപോലെ മൊത്തം ഓര് കയറി ഇരുന്നതാണ്. ആ വാഷർ പോയതുകൊണ്ടാണ് ആ ഷവറിൻ്റെ അകത്ത് ഫോഴ്സ് ഇല്ലാത്തതും അതുപോലെ വെള്ളം ഇറ്റിറ്റ് വീഴുന്നത്. അങ്ങനെ നമ്മൾ അതേ അളവിനുള്ള സ്പിൻഡിൽ നേരത്തെ കൊണ്ടുവന്ന 2 എണ്ണത്തിൽ ഒരു അളവിനുള്ള ഒരു സ്പിൻഡിൽ നമ്മൾ ഇതേപോലെ അതിൻ്റെ അകത്തോട്ട് കയറ്റിയിട്ട് പെതുക്കെ ഒന്ന് തിരിച്ചൊന്ന് ടൈറ്റ് ചെയ്യുക. എന്നിട്ട് പ്ലെയർ കൊണ്ട് തന്നെ വീണ്ടും ഒന്ന് തിരിച്ചാൽ മാത്രം മതി, അത് ടൈറ്റായി ഇരുന്നോളും. ഓവർ ടൈറ്റ് ചെയ്യുകയോ ചെയ്യരുത്. പ്ലെയർ ഉപയോഗിക്കാൻ പറഞ്ഞത് എല്ലാവരും വീട്ടിൽ കാണുന്ന ഒരേ ഒരു ആയുധം പ്ലെയറാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്. ഇല്ലെങ്കിൽ നമുക്ക് വേറെ എന്ത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ നമ്മളൊന്ന് തിരിച്ച് ഒന്ന് ടൈറ്റ് ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട്. കണ്ടില്ലേ, അതേ അളവിനുള്ള സ്പിൻഡിൽ എടുക്കണം. അപ്പോൾ നിങ്ങൾ കൊണ്ടുവരേണ്ടത് 2 സ്പിൻഡിലുകൾ കൊണ്ടുവരണം. ഒന്ന് നീളമുള്ളതും നീളം കുറഞ്ഞതും. ഏതാണോ മാച്ച് ചെയ്യുന്നത് അതാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത്. എന്നിട്ട് ഇതിൻ്റെ ആ ടോപ്പ് കവർ ഉണ്ടല്ലോ, ഇത് അതിലോട്ടൊന്ന് പ്രസ് ചെയ്ത് കയറ്റിയിടുക. എന്നിട്ട് ആ സ്ക്രൂ ഒന്ന് ടൈറ്റ് ചെയ്യുക, അതിൻ്റെ ക്ലിപ്പ് ഇടുക. അങ്ങനെ നമ്മളിവിടെ സെറ്റ് ചെയ്ത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം എങ്ങനെ ഉണ്ട് എന്നതിൻ്റെ പെർഫോമൻസ് അങ്ങനെ ഉണ്ടെന്ന്. ഓക്കെ, നല്ല രീതിയിൽ തന്നെ വെള്ളം വീഴുന്നുണ്ട്. പക്ഷേ എൻ്റെ ഫോണിലും കൂടെയാണ് ചെറിയതായിട്ട് വെള്ളം വീണത്. ഇനി നമുക്ക് കുറച്ച് സൈഡ് തിരിഞ്ഞിട്ട് നമുക്കൊന്ന് നോക്കാം, ഒന്നും കൂടെ തുറന്ന് നോക്കാം. അപ്പോൾ ഇതേപോലെ നിത്യജീവിതത്തിൽ എല്ലാവർക്കും അറിഞ്ഞിരിക്കേണ്ട ഒരു ചെറിയൊരു കാര്യമാണ് ഈ പറയുന്നത്. ഇപ്പോൾ കണ്ടില്ലേ ഷവർ എന്തുമാത്രം നല്ല ഫോഴ്സിലാണ് വരുന്നതെന്ന്. പഴയതാണെങ്കിൽ പോലും ഇപ്പോഴും അത് പെർഫെക്റ്റ് ആണ്.